നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നിതിൻ, ഇപ്പോൾ കേരളത്തിൽ കത്തി നിൽക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ ഒരു വിഷയം. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞു. എന്നിട്ടും MLA സ്ഥാനത്തിന്റെ രാജിക്കായി മുറവിളി ഉയരുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എതിർചേരിയിൽ നിന്നാണ് രാജി ആവശ്യം ഉയരുന്നത്. ഇത് പക്ഷേ മറ്റ് മുൻപുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഈ ഒരു രാജി ആവശ്യം ഉയരുന്നത്. അപ്പോൾ ഇത് രാഹുലിന് കോൺഗ്രസ് കൊടുത്ത ഒരു പണിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? തീർച്ചയായും തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഈ നിയമസഭയിൽ തന്നെ ഇരിക്കുന്ന കൊല്ലത്തു നിന്നുള്ള MLA M മുകേഷിനെതിരെ കൊച്ചിയിൽ നിന്നുള്ള ഒരു നടി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മുകേഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. മുകേഷിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജാമ്യത്തിൽ കഴിയുകയാണ് നിലവിൽ. പക്ഷേ മുകേഷിനെ അറസ്റ്റ് ചെയ്ത ആ സാഹചര്യം മുതൽ മുകേഷിനെ ഇന്ന് വരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരാൾ പോലും മുകേഷ് രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. CPM-ന്റെ വനിതാ നേതാക്കളാവട്ടെ, അല്ലെങ്കിൽ CPM-ന്റെ സാധാരണ പ്രവർത്തകരാകട്ടെ, ആരും മുകേഷിനെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണമാണ് വന്നതെന്ന കാര്യത്തിലൊന്നും തർക്കവുമില്ല. ഈ ആരോപണം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചൊഴിയണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള ആളുകളാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വനിതാ MLA ഉമാ തോമസ്, മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അതായത് ബിന്ദു കൃഷ്ണ, മുൻ കൊല്ലം DCC പ്രസിഡന്റാണ്, മുൻ MLA കൂടിയായ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ഷാനിമോൾ ഉസ്മാൻ, ഇവരെല്ലാം ഒറ്റ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA തുടരാൻ ധാർമ്മികമായ അവകാശം നഷ്ടപ്പെട്ടു, സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ ഒരുത്തൻ MLA തുടരും, അത് അതിലപ്പടി അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിക്കേണ്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള വനിതാംഗങ്ങളും സംസ്ഥാന സെക്രട്ടറിമാരടക്കമുള്ളവർ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും വാട്സപ്പിലും എല്ലാം കൃത്യമായി പറയുന്നു ഭൂരിഭാഗം ആളുകളും രാഹുൽ രാജിവെക്കണം. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരുത്തനൊരു പ്രശ്നം വന്നാൽ, അവൻ വീണ് കിടന്നാൽ അവനെ ചവിട്ടി എങ്ങനെ മെതിക്കാമെന്ന് ആണ് നോക്കുന്നതെന്ന് പണ്ടേ എല്ലാവരും പറയാറ്. അത് പൂർണ്ണമായും ശരിവെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈവായി വന്നതിന് ശേഷം ചർച്ചകൾ പങ്കെടുക്കുമ്പോൾ ഒരു എന്താണ് ബാഹുബലി നിൽക്കുന്നത് പോലെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വേറൊരാൾക്ക് അങ്ങോട്ടേക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ അയാൾ വാർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് MLA ആകുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാർക്കെല്ലാം സ്വാഭാവികമായിട്ടും ഒരു അസൂയ തോന്നുമായിരിക്കില്ലേ? അവർക്കെല്ലാം ഇപ്പൊ അത് കയറി വരാൻ പറ്റിയ ഒരു അവസരമായി അവർ ആലോചിക്കുന്നുണ്ടോ എന്നാണ് നമുക്കിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു സത്യാവസ്ഥ ചേച്ചി പറഞ്ഞ പോലെ ഈ ചാനൽ ചർച്ചകളിൽ ഒരു കാലത്ത് CPM-നെ പ്രതികരിച്ച് AN ഷംസീർ, M സ്വരാജ്, സുമേഷ്, ഇത്തരത്തിൽ CPM-ന്റെ തീപ്പൊരി നേതാക്കന്മാർ ചർച്ചയിൽ വരുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി ബാധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ലാലി വിൻസെന്റിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ, അജയ് തറയിൽ, അത്തരത്തിലുള്ള പല ജോസഫ് വാഴിക്കൻ, എന്നാൽ അവരെ സ്ഥിരമായി CPM-കാർ ചാനൽ ചർച്ചകളിൽ തേച്ചൊട്ടിക്കുമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള, ജിൻഡോ ജോണിനെ പോലെ, അബിൻ വർക്കിയെ പോലുള്ള യുവമുഖങ്ങൾ ചാനൽ ചർച്ചയിലേക്ക് വരുന്നു. അതൊരു വൈബ്രൻ്റായി ചാനൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയം കോൺഗ്രസ് ആണ്, മറ്റേ CPM ആണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഞെണ്ടിനെ പോലെയാണ്, ഒരുത്തൻ ഉയരുമ്പോൾ താഴേന്ന് മറ്റൊന്നെ പിടിച്ച് തള്ളിടും. ആ സാഹചര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടിക്കാൻ ഒരു വടി ലഭിച്ചതിന്റെ തലങ്ങും വിലങ്ങും കോൺഗ്രസ്സുകാർ തന്നെ അടിച്ചിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കേണ്ട ചുമതല മാത്രമേ CPM-നും BJP-ക്കും ഉള്ളൂ. അതാണ് നിലവിലെ സാഹചര്യത്തിൽ. അതായത് DCC പ്രസിഡന്റുമാർ തള്ളിപ്പറയുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ രാഹുലിനെ പുറത്താക്കിയതിൽ സന്തോഷിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. രാഹുൽ രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നതും കോൺഗ്രസ്സുകാരാണ്. അതായത് രണ്ട് രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തെ കാണാൻ കഴിയും. കാരണം ഒന്ന്, കോൺഗ്രസിന്റെ മെറിറ്റ്, ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരുന്നപ്പോൾ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു സന്ദേശം പൊതുസമൂഹത്തിന് കോൺഗ്രസിന് കൊടുക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച, ഇന്നലെ വരെ പ്രവർത്തിച്ച ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അവനെ കൊത്തിപ്പറിക്കാൻ അല്ലെങ്കിൽ അവനെ വേട്ടയാടാൻ ഞങ്ങൾ ഉണ്ടാകും, ഞങ്ങൾ തന്നെയാണ് ആദ്യം ഒരാളെ തകർക്കാൻ ഉണ്ടാകുക എന്നൊരു സന്ദേശം കൂടിയാണ് കോൺഗ്രസ് നൽകുന്നത്. ഇപ്പൊ ഈ ഒരു പലവരും അവിടെ ഇവിടെ ഇരുന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളുടെ ഓഡിയോ റെക്കോർഡിംഗ് കൊടുക്കുന്നു, ചാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാണ്. അതിന് ബദലായിട്ട് ഇവിടെ പലരും സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയന്റെ പേര് വെച്ചിട്ട് വാട്സപ്പ് ചാറ്റുകൾ ഇങ്ങനെ ആർക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അവരെ നിയമപരമായി മുന്നോട്ട് നീങ്ങാണ് ചെയ്യേണ്ടത്. ഇപ്പൊ കോൺഗ്രസ് എടുത്ത നിലപാട് ശ്ലാഘനീയമാണ് എന്ന് പറയുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണെങ്കിലും ശരി, സ്ത്രീകൾക്കെതിരെ, അതായത് വേറൊരു ട്രോൾ വരെ, പകല് സ്ത്രീ ശാക്തീകരണം, രാത്രി മോളൂസെ ജാടയില്ലെങ്കിൽ മോളൂസെ ഹായ് തരാമോ എന്ന് പറയുന്നു. ട്രോളുകൾ ഒരുപാട് രാഹുലിന്റെ പേര് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഈ കോൺഗ്രസിന് ഒരു നിലപാട് സ്വീകരിക്കാമായിരുന്നു. നിയമപരമായി മുന്നോട്ട് വരട്ടെ, ഈ പറഞ്ഞവർ നിയമ നടപടിക്ക് പോട്ടെ എന്ന് തീരുമാനിക്കാമായിരുന്നില്ലേ? രാഹുലിന് പറയാനുള്ളത് കേൾക്കണ്ടേ? തീർച്ചയായും അതില് കോൺഗ്രസ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ ഈ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിന് കൃത്യമായി ആരും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല.
പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഇത്തരത്തിൽ ഒരു ആരോപണം വന്ന ഒരു സ്ത്രീ പോലും നിയമപരമായി ഒരു നടപടി സ്വീകരിക്കാനോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ഖേദകരമായ ഒരു സത്യം. കാരണം ഒരു സ്ത്രീക്കെതിരെ രാഹുൽ മാങ്കൂട്ടമല്ല XY ആരാവട്ടെ ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറിയാൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചത് മാറ്റി നിർത്തിയാൽ ഗർഭചിത്രം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അവർക്ക് നിയമ സഹായം തേടാമായിരുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്തരം കോടതിയെ സമീപിക്കായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, വനിതാ കമ്മീഷൻ, ഒരുപാട് ഓപ്ഷനുകൾ കേരളത്തിലുണ്ട്. അല്ല, അത് പറഞ്ഞപ്പോ ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഇപ്പൊ പറഞ്ഞു ഗർഭചിത്രം നടത്താൻ അയാള് നിർബന്ധിച്ചു എന്ന് പറയുന്നു. അപ്പൊ ഈ മാധ്യമങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരി, ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മളൊരു വുമണൈസർ ആയിട്ടുള്ള ഒരാളിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല എന്നാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ സമൂഹം അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തെറിവിളിക്കുന്നവരേ ഉള്ളൂ, കാണാനുള്ളൂ. രാഹുൽ മാങ്കൂട്ട അധമനായ പുരുഷനാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കുറ്റം പറയുന്ന, പണ്ട് പറഞ്ഞതിലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന പോലെ ഇതിൽ എത്ര പേരുണ്ട്? ഈ പാതിരാത്രി മെസ്സേജ് അയക്കാത്തവർ, സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കാത്തവർ എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കാനുള്ളത്. അപ്പൊ പറയുന്നത് അവരാരും ഇതുപോലെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ ചെയ്യുന്നത് തെറ്റല്ലേ? ഈ ഒരു ഓഡിയോ സന്ദേശം പറയുന്നുണ്ട്. അതിൽ ആ പെൺകുട്ടിയോട് പറയുന്നു, ഞാൻ നിന്നെ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നു, എന്തിനാ, എനിക്ക് വിശന്ന് കൊല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന ഓഡിയോ പറയുന്നത്, എനിക്ക് നിന്നെ കൊല്ലാനാണെങ്കിൽ 2 സെക്കൻഡ് മതി എന്ന് പറയുന്നത്, അത് ഏത് പൊട്ടനും മനസ്സിലാവുന്നതാണ്. നിന്നെ കൊല്ലാനല്ല, കാണാനാണ് വരണമെന്നുള്ളത്. കൊല്ലാനാണെങ്കിൽ എനിക്ക് കാണാൻ വരേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏവർക്കും അറിയാം. പക്ഷേ പ്രമുഖ ചാനലുകളിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവളെ കൊല്ലാൻ നോക്കുകയാണ് എന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ആ പാപം ചെയ്യാത്തവർ കല്ലെറിയാൻ വിധിച്ചാൽ ആർക്കും ചിലപ്പം കല്ലെറിയാൻ പറ്റില്ല. കാരണം പലരും പലരുടെ മെസ്സഞ്ചറിലും പോയി മെസ്സേജ് അയച്ചു. വ്യക്തിപരമായിട്ട് എനിക്കറിയുന്ന ആളുകളൊക്കെ, കാരണം പലരുടെ ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി ഫേസ്ബുക്കിൽ വലിയ കമൻറ്റുകൾ ഇടുന്ന വലിയ പോസ്റ്റുകൾ ഖണ്ഡകാവ്യം എഴുതുമ്പോൾ നമുക്ക് തന്നെ പുച്ഛം തോന്നിയിട്ടുണ്ട്. പല ആളുകൾക്കും മെസ്സേജ് അയച്ച ആളുകളാണ് ഇവിടെ കുത്തിരുന്ന് വലിയ ഇത് എഴുതുന്നത്. അത്തരക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അവസരം കിട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ നാളെ മറ്റൊരാൾ അയാൾക്കെതിരെ ഇത്തരത്തിലുള്ള അവസരം കിട്ടിയാൽ ഇവർ ചെയ്യും. പിന്നെ ഈ ഓഡിയോ സന്ദേശം ഇപ്പോഴും ആ പെൺകുട്ടി പുറത്തു വന്നിട്ടില്ല. ഇത് ആളാരെന്നറിയാത്ത അജ്ഞാതമായ ഒരു ഓഡിയോ സന്ദേശമാണ്. തീർച്ചയായും അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം അബോർഷൻ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കണം, അതിൽ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ ചേച്ചി പറഞ്ഞതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ രണ്ടുപേർ തമ്മിൽ അത്തരം ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഗർഭം ഉണ്ടാകാതിരിക്കാൻ പുരുഷനാണോ സൂക്ഷിക്കേണ്ടത്, സ്ത്രീയാണോ സൂക്ഷിക്കേണ്ടത്? ഒരു ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഇപ്പൊ പൊതുവെ പറഞ്ഞു വെക്കുന്നത് പുരുഷനാണ് എന്ന് പറയുന്നത്. പുരുഷനേക്കാൾ ഉത്തരവാദിത്വം ഒരു സ്ത്രീക്കുണ്ട്, സൂക്ഷിക്കേണ്ടത് സ്ത്രീയാണ്. ഇപ്പോ ആ പറയുന്ന സ്ത്രീ വോയിസിന്റെ ഉടമ ഒരു വിവാഹത്തിന് തയ്യാറാകുന്ന ഒരു സ്ത്രീയാണോ, അല്ലെങ്കിൽ അവർ ഭർത്തൃമതിയാണോ, ഇതൊന്നും ആർക്കും അറിയില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലധികം സ്ത്രീകളോട് ഒരേ സമയം വിവാഹം കഴിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ചാറ്റ് ചെയ്യുകയോ ബന്ധങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ അയാളെ കുരിശിൽ തറയ്ക്കുമ്പോൾ അതിനൊരു ന്യായം വേണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല കുറ്റക്കാരൻ, കാരണം ആ സ്ത്രീ കൂടി കുറ്റക്കാരനാണ്. ഇത് ദിവ്യഗർഭം എന്നല്ലല്ലോ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയാൻ കിട്ടിയ അവസരം BJPയും കോൺഗ്രസും CPM-ഉം അതിനൊപ്പം കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗവും ഉപയോഗപ്പെടുത്തി എന്നതാണ് ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യം. അതിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം രാഹുലിനോട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ രാഹുൽ പെട്ടെന്നാണ് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു സ്റ്റാർ ക്യാമ്പയിനറായി മാറിയെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് രാഹുലിനെ ഒരു ശരിയാക്കാൻ കിട്ടിയ അവസരം കൃത്യമായി കോൺഗ്രസ് ഉപയോഗപ്പെടുത്തി. പല സാധനവും CPM നേതാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്തത് കോൺഗ്രസ്സുകാരാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല കുറ്റക്കാരൻ. ഇത്തരത്തിലൊരു ബന്ധം നടക്കണമെങ്കിൽ ആ സ്ത്രീ കൂടിയുള്ള ഉഭയസമ്മത പ്രകാരമാണ് ബന്ധം നടന്നതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അവന്തിക എന്ന് പറയുന്ന ആ ട്രാൻസ്ജെൻഡർ യുവതി പറയുന്നുണ്ട്, 3 വർഷമായി അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നുണ്ടായിരുന്നു. എന്താ 3 വർഷത്തോളം അശ്ലീല സന്ദേശം? അത് മനസ്സിലായില്ലായിരുന്നു അത് അശ്ലീലമാണ് എന്ന്? ആദ്യത്തെ ഒരു അശ്ലീല സന്ദേശം വരുമ്പോൾ ഇത് നേരായ വഴിക്കല്ല പോകുന്നത് എന്ന് തോന്നിയാൽ എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ തോന്നാത്തത്? തീർച്ചയായും അത് ഏറ്റവും ഗൗരവകരമായ സാധനമാണ്. കാരണം ഈ സന്ദേശങ്ങൾ അയച്ച് ആ സമയത്ത് തന്നെ ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്. അതില്ലാതെ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ച്
പിന്നീട് ബന്ധം അവസരം ഒലയുമ്പോൾ വരുമ്പോൾ ഉപയോഗിക്കും. ബന്ധം ഒലയുമ്പോൾ അല്ലെങ്കിൽ ബന്ധം തെറ്റുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് അതൊരു നീതീകരിക്കാൻ പറ്റാത്തൊരു കാരണമാണ്. മറ്റൊരു കാര്യം കൂടെ, ആരാധന തോന്നുന്ന പുരുഷന്മാർക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്ന സ്ത്രീകളില്ലേ ഈ നാട്ടിൽ? തീർച്ചയായും അത്തരത്തിൽ ആളുകൾ ഉണ്ടാവാം എന്ന കാര്യത്തിൽ ഇത് ഒരു പറയുമ്പോൾ തർക്കവുമില്ല. ഞാനൊരു സ്ത്രീ വിരുദ്ധയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടുപേർക്കും നീതി ഒരേപോലെ തന്നെയാണ് ലഭിക്കുക. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നീതി ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ നീതി രണ്ടുപേർക്കും ഒരേപോലെ ലഭിക്കണം എന്നതാണ് എന്റെ ഭാഷ. അത്തരത്തിൽ അതായത് സ്ത്രീക്കും പുരുഷനും തുല്യനീതി തന്നെ ഉറപ്പാക്കണമെന്ന് വാദോരാതെ പ്രസംഗിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാൻ കൂടി ഇപ്പോൾ അഭിനവ ഫെമിനിസ്റ്റുകൾ പലരും ഫേസ്ബുക്കിൽ ഉറങ്ങി തുള്ളുന്നുണ്ട്. സാമൂഹ്യ മാധ്യമം, ഇവരെ ലോകം സാമൂഹ്യ മാധ്യമമാണ്. ഇവർ പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഈ 300 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് ഇതിൽ കുത്തിരിഞ്ഞ് എഴുതാണ് മെയിൻ വിരോധം. അത്തരം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കല്ലെറിയുമ്പോൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലും നമ്മളെ നേരാണെന്നുള്ള ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്ക് കൂടി വരാൻ എല്ലാ സാഹചര്യവും സന്ദർഭവും കേരളത്തിലുണ്ട്. അത്തരത്തിൽ വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് കോൺഗ്രസ് ഒരുത്തനെ സംരക്ഷിക്കില്ല. കാരണം സംരക്ഷിക്കാത്തത് അവനുള്ള സ്നേഹം കൊണ്ടല്ല, എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ അടുത്തവന് കയറി വരാൻ കഴിയും. CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അതാണ്. CPM ചേർത്ത് പിടിക്കുമ്പോൾ കോൺഗ്രസ് എങ്ങനെ ഇവനെ പുറത്താക്കാൻ, ഒരു നിമിഷം നേരം മുമ്പ് പുറത്താക്കാൻ പറ്റുമോ അത്രയും വേഗം പുറത്താക്കാനുള്ള ശ്രമം നടത്തും.